എം ലോറൻസിന്റെ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചെന്ന് മകൻ ML സജീവൻ 24നോട്. സഹോദരി ആശയെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. മനുഷ്യത്തുള്ളവർ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ചെയ്യില്ലെന്ന് ML സജീവൻ പറയുന്നു. എൻ്റെ സിസ്റ്ററെ അവൾക്ക് അങ്ങനെ ഡീപ്പായിട്ട് പൊളിറ്റിക്സ് ഉള്ള ആളായിട്ട് എൻ്റെ അറിവിലില്ല. അത്രയ്ക്ക് ഡീപ്പായിട്ട് പൊളിറ്റിക്സ് അറിയില്ല. അവൾക്ക് വേറെ ചില കാരണങ്ങൾ കൊണ്ടുള്ള ദേഷ്യങ്ങൾ ഇതിൽ കൂടി പ്രചരിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ടാവും. അവൾക്ക് അവളുടേതായിട്ടുള്ള റീസണിങ് ഉണ്ടാവും, ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുകയും എക്സ്പ്ലോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഒട്ടും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിലല്ല. അത് അവളെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അവൾക്ക് അതിനുള്ള പക്വതയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ പക്വതയെക്കാളും ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടെ രാഷ്ട്രീയ പക്വത, അവരുടെ മാനസിക മൂല്യം, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. അതാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നതും. കൃത്യമായിട്ടത് മനസ്സിലായി കഴിഞ്ഞാൽ ജനത്തിനെല്ലാം മനസ്സിലാവും. ഒരു പരിധിവരെ ക്രിയേറ്റഡ് ആണ്, ഒരു പരിധിവരെ അവളുടെ കൺട്രോളിൽ നിൽക്കാത്ത ഇഷ്യൂസും ഉണ്ട്. അങ്ങനെ മരിക്കുന്ന ഒരാളുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് മോശമാണ്. ദുഷ്ടലാക്കോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യത്വം ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ. മതാചാരപ്രകാരം വേണ്ടെന്ന് അപ്പച്ചന് ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ ആഗ്രഹമാണ് ഞങ്ങൾ നടപ്പാക്കിയത്. ഞാനല്ല പറഞ്ഞത്, അപ്പച്ചൻ പറഞ്ഞതാണ്. അപ്പച്ചൻ പറഞ്ഞാണ് ഞാൻ പിന്നീട് മരിച്ചപ്പോൾ പാട്ടിയെടുത്ത് പറഞ്ഞത്. അപ്പച്ചൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ അപ്പച്ചനെ ഫാമിലി നോക്കിയില്ല എന്ന് പ്രചരിപ്പിക്കാൻ വരെ ശ്രമിച്ച ചില ദുഷ്ടലാക്കുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങളറിയുന്നവർക്കറിയാം എങ്ങനെയാണ് ഫാമിലി നോക്കിയിരുന്നതെന്ന്. അപ്പച്ചനെ കൃത്യമായിട്ട് നോക്കിയത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. പാർട്ടി പ്രവർത്തനം മർദ്ദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ജീവിച്ചിരിക്കുമോ? ML സജീവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നു.